മലയാള ഭാഷയിൽ തന്റേതായ ശൈലി കൊണ്ട് മലയാളിയുടെ ഭാഷാ ലാവണ്യബോധത്തെ അട്ടിമറിക്കുകയും മലയാള സാഹിത്യ ലോകത്ത് സ്വന്തമായ ഒരു ഇരിപ്പിടം സൃഷ്ടിക്കുകയും ചെയ്ത നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു ആ എഴുത്തുകാരന്റെ ജനനം. ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും നോവും വേവും വിഹ്വലതകളും സമം ചേർത്ത് കണ്ണിയാക്കി വായനക്കാരന് വിരുന്നൂട്ടിയ ബഷീർ അനുഭവങ്ങളുടെ വെയിലും മഴയും നനഞ്ഞ ഉമ്മറക്കോലായിൽ ആഖ്യയും ആഖ്യാതവുമില്ലാതെ നല്ല ചപ്ലാച്ചി ഭാഷയിൽ നർമ്മം ചാലിച്ച് മലയാളിക്ക് പകർന്നു നൽകി. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതും കാലാതിവർത്തിയുമായി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരനും പട്ടിണിക്കാരനും ഒക്കെ നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തെ അനശ്വരനാക്കി. പോയകാല പ്രതാപത്തെക്കുറിച്ച് കുറ്റം കൊള്ളുന്ന ഒരു യാഥാസ്ഥിതിക മതവിശ്വാസിയായ കുഞ്ഞുത്താച്ചുമ്മ എന്ന ശക്തമായ സ്ത്രീ കഥാപാത്രത്തിലൂടെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കണക്കറ്റ് പരിഹസിക്കുന്ന നോവലാണ് ഉപ്പാക്കൊരാനയുണ്ടാർന്നു എന്ന ബഷീറിയൻ കഥ. ആ മനോഹരമായ കഥയുടെ ഇതിവൃത്തം വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെയാണ്. എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലം വളരെ ദൂരത്താണല്ലോ. അവിടെ മുതൽ പലതും സംഭവിച്ചു. അതൊക്കെ ഒരു തമാശ മട്ടിലെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഓർമ്മിക്കാൻ കഴിയും. പച്ചയായ ജീവിതം എന്നും ഇതെല്ലാം പൊരുളറിയാൻ കഴിയാത്ത അത്ഭുതം തന്നെ. ഒന്നും ആരുടെയും പിടിയിലല്ലല്ലോ. എന്തു ചെയ്യും? വിങ്ങിക്കരയാൻ തോന്നും. ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിക്കാനും. ചിരിയാണല്ലോ കരച്ചിലിനേക്കാൾ അധികം നല്ലത്. ഓർത്തോർത്ത് മന്ദഹസിക്കാം. ആരെയും കുഞ്ഞുപാത്തുമ്മ വേദനിപ്പിച്ചിട്ടില്ല. ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലെന്ന് പറയാം. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും അവൾ വെറുത്തിട്ടില്ല. ചെറുപ്പം മുതൽക്കേ എല്ലാ ജീവജാലങ്ങളോടും ഇഷ്ടമായിരുന്നു. ആദ്യമായി അവൾ സ്നേഹിച്ചു തുടങ്ങിയത് ഒരാനയെയാണ്. ഒരിക്കലും അതിനെ അവൾ കണ്ടിട്ടില്ല, എന്നാലും സ്നേഹിച്ചു. അതിനെപ്പറ്റി അവൾ കേൾക്കുന്നത് ഇപ്രകാരമാണ്. അന്നവൾക്ക് ഏതാണ്ട് 7 വയസ്സായി കാണും, അല്ലെങ്കിൽ 8, അതിൽ കൂടുകയില്ല. ആ കാലത്ത് അവളുടെ നേർക്ക് ഒരു നിരോധനാജ്ഞ ഇറങ്ങി. ബാപ്പായുടെ വകയല്ല, ഉമ്മായുടേത്. സംഗതി മറ്റൊന്നുമല്ല, ഇസ്ലാമീങ്ങളാണെങ്കിലും അയൽപ്പക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. ചുരുക്കത്തിൽ അവരുമായി യാതൊരു ഇടപാടും പാടില്ല. എന്താ കാരണം? ലോകപ്രസിദ്ധമായ രഹസ്യം ഉമ്മ അവളോട് പറഞ്ഞു. എന്റെ പൊന്നു കുഞ്ഞുപാത്തുമ്മ, നീ ആനമക്കാരിന്റെ പുന്നാരമോളുടെ പുന്നാരമോളാ. എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടാർന്നു, വലിയൊരു കൊമ്പനാന.